ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് 0.77% ഉയർന്ന് 24,502 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മാർക്കറ്റിൽ റാലിക്ക് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം IT സെഗ്മെന്റിലെ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് തന്നെയാണ്. എൻ്റയർ IT ഇൻഡെക്സ് തന്നെ 4% ഉയർന്നു. IT കൂടാതെ ബാങ്ക് നിഫ്റ്റിയും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഓയിൽ ആൻഡ് ഗ്യാസ്, ബാങ്കിംഗ്, IT സെക്ടറിലെ സ്റ്റോക്കുകളിലാണ് ഇന്ന് ഏറ്റവും മികച്ച പെർഫോമൻസ് കാണാൻ സാധിച്ചത്. TCSന്റെ ക്വാർട്ടർലി റിസൾട്ടിന് ശേഷം എൻ്റയർ IT സ്റ്റോക്കുകളുടെ ഔട്ട്ലുക്ക് തന്നെ മാറിക്കഴിഞ്ഞു. ഒട്ടുമിക്ക IT സ്റ്റോക്കുകളിലും ഇന്ന് ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. അതുപോലെ തന്നെ വരുന്ന ആഴ്ചയും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. HDFC ലൈഫ്, ഏഷ്യൻ പെയിൻറ്റ്, LTI മാൻഡ്രി, ഇൻഫോസിസ്, ഹവൽസ്, വിപ്രോ, JSW സ്റ്റീൽ, പേടിഎം തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് അടുത്ത ആഴ്ച വരുന്നുണ്ട്. മാർക്കറ്റിൻ്റെ ട്രെൻഡ് സ്ട്രോങ് ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും റേറ്റ് കട്ടിനെ കുറിച്ചുള്ള പ്രതീക്ഷകളും പ്രീ ബഡ്ജറ്റ് റാലിയും ക്വാർട്ടർലി റിസൾട്ട് സെഷൻ്റെ തുടക്കത്തിൽ മാർക്കറ്റിനെ കാണാൻ സാധിച്ച ഒരു ഹെൽത്തി ക്വാർട്ടർലി റിസൾട്ടിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇൻഡെക്സ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ 6 ആഴ്ചയായി മാർക്കറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുന്നു. ഇന്ന് ഇൻഡെക്സ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയെങ്കിലും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. പ്രധാനമായും IT സെക്ടറിലെ സ്റ്റോക്കുകളാണ് ടോപ്പ് ഗെയിനർ കാറ്റഗറിയിൽ ഉണ്ടായിരുന്നത്. TCS, വിപ്രോ, LTI മാൻഡ്രി, ഇൻഫോസിസ്, HCL ടെക്നോളജി. അതേസമയം ടോപ്പ് ലൂസറായി മാരുതി സുസുക്കി, ഡിവിസ് ലാബ്, BPCL, കോൾ ഇന്ത്യ, ഏഷ്യൻ പെയിൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ഇന്ന് മാർക്കറ്റിലെ റാലിക്ക് പിന്നിലെ ചില കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തേത് IT സെഗ്മെൻറ്റിലെ സ്റ്റോക്കുകളിലെ റാലി തന്നെയാണ്. TCSന്റെ മികച്ച ക്വാർട്ടർലി റിസൾട്ടും ഏകദേശം 5000-ഓളം വർക്ക് ഫോഴ്സ് കമ്പനി ആഡ് ചെയ്യുകയും ഏണിംഗ് ഗ്രോത്ത് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ മികച്ചതായതും കൂടാതെ കമ്പനി BFSI സെഗ്മെൻറ്റ്, ഹൈടെക് വെർട്ടിക്കൽ തുടങ്ങിയ സെക്ടറുകളിൽ കമ്പനി നേടിയ നേട്ടത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇന്ന് TCS ഉയരുകയും എൻ്റയർ IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഒരു റാലിക്ക് പിന്നിലെ കാരണമായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇനി IT സെക്ടറിൽ മാത്രമല്ല, മാർക്കറ്റ് ഇപ്പോൾ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇന്ന് ബാങ്കിംഗ് സെക്ടറിലെ ആക്സിസ് ബാങ്ക് ഇൻട്രാഡേയിൽ 2.5% ഉയരുകയും റിലയൻസ് ഇൻഡസ്ട്രീസ്, JSW സ്റ്റീൽ, ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, അൾട്രാടെക് സിമൻറ്റ്, L&T, HUL, SBI, HDFC ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളൊക്കെ ഇന്ന് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കൂടാതെ ബോണ്ട് ഈൽഡ് 6.98% നിന്നും 6.97% ഇടിയുകയും US ട്രഷറി ബോണ്ട് ഈൽഡ് 7.4 ബേസിസ് പോയിന്റ് ഇടിയുകയും ചെയ്തതും ഇക്വിറ്റി മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ഉയരുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ചോയ്സ് ബ്രോക്ക് ഏജൻസിയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം 24,300 മാർക്കറ്റിൻ്റെ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും. 25,600 എന്ന ലെവലായിരിക്കും ഇനി റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. 89 രൂപയിൽ നിന്നും 800 രൂപയിലേക്ക് ഉയരുകയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകുകയും അതുപോലെ തന്നെ ഫ്യൂച്ചറിലും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ളതുമായ ഒരു IT സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് സൊനാറ്റ സോഫ്റ്റ്വെയർ ലിമിറ്റഡ്. സൊനാറ്റ സോഫ്റ്റ്വെയർ ഇന്ന് 13% ഉയർന്ന് 700 രൂപയ്ക്ക് മുകളിലാണ് ക്ലോസിംഗ് നൽകിയത്. 52 വീക്ക് ഹൈ 870. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോഴും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. 52 വീക്കിലോ 469. 20,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 62.27. കഴിഞ്ഞ 10 വർഷം കൊണ്ട് സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന കമ്പനി 800% റിട്ടേൺ ആണ് നൽകിയത്. കൂടാതെ 2021 സ്റ്റോക്ക് 89 രൂപയ്ക്ക് അടുത്ത് ലഭിച്ചു. ഈവൻ 2023 വരെ സ്റ്റോക്ക് 280 രൂപയ്ക്ക് താഴെയാണ് ലഭിച്ചത്. അവിടെ നിന്നും സ്റ്റോക്കിലൊരു മികച്ച ബൈയിങ് മൊമെൻറ്റം വരികയും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 160% മുകളിൽ റിട്ടേൺ സ്റ്റോക്ക് നൽകുകയും ചെയ്തു. പിന്നീട് 2024 മാർച്ച് മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ സ്റ്റോക്കിലൊരു ഹെവി കറക്ഷൻ വരികയും സ്റ്റോക്ക് 500 എന്ന സപ്പോർട്ടിലേക്ക് എത്തുകയും ചെയ്തു. അവിടെ നിന്നും സ്റ്റോക്കിൽ ശക്തമായ ട്രെൻഡ് റിവേഴ്സൽ വന്നിട്ടുണ്ട്. ഈ ട്രെൻഡ് റിവേഴ്സലിൻ്റെ പശ്ചാത്തലത്തിൽ ദലാൽ ആൻഡ് ബ്രോച്ച് സ്റ്റോക്കിംഗ് ബ്രോക്കിംഗ് കമ്പനി സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന സ്റ്റോക്കിന് 25% അപ്സൈഡിൽ ഏകദേശം 919 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന കമ്പനിയുടെ ഔട്ട്ലുക്ക് പോസിറ്റീവ് ആയതിന് പിന്നിൽ മൈക്രോസോഫ്റ്റിനും വളരെ കൃത്യമായ റോളുണ്ട്. കാരണം മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ഒരു വേൾഡ് വൈഡ് പാർട്ട്ണർ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ പല പ്രോജക്റ്റുകളും ഇന്ത്യ പോലുള്ള പല രാജ്യങ്ങളിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന കമ്പനിയാണ്. മൈക്രോസോഫ്റ്റ് ജെൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മൈക്രോസോഫ്റ്റ് ഫാബ്രിക് തുടങ്ങിയ 2 സെക്ടറിലേക്ക് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇതുവഴി കൂടുതൽ പൈപ്പ്ലൈൻ പ്രോജക്റ്റുകൾ സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന കമ്പനിക്ക് ലഭിക്കാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ആണ് സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്ത് ഔട്ട്ലുക്ക്. ഇനി
സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന കമ്പനിയുടെ 50% റവന്യൂവും കോൺട്രിബ്യൂട്ട് ആകുന്നത് മൈക്രോസോഫ്റ്റിൽ നിന്ന് തന്നെയാണ്. 20% റവന്യൂ മൈക്രോസോഫ്റ്റിൻ്റെ പല പ്രോജക്റ്റുകളുടെയും ഡയറക്റ്റ് കസ്റ്റമർ എന്ന നിലയിലും കൂടാതെ മൈക്രോസോഫ്റ്റിന് ആവശ്യമായ ഇംപ്ലിമെൻറ്റേഷൻ സർവീസുകളും സ്ട്രാറ്റജിക് പാർട്ണർ എന്ന നിലയിലും കമ്പനി 30% റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു. അതായത് എൻ്റയർ കമ്പനിയുടെ 50% റവന്യൂവും മൈക്രോസോഫ്റ്റ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിൽ നിന്നാണ് കമ്പനിക്ക് ലഭിക്കുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോജക്റ്റുകളും അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഫാബ്രിക് പ്രോജക്റ്റുകളുടെയും ഒക്കെ ഇംപ്ലിമെൻറ്റേഷൻ പൈപ്പ് ലൈൻ ലഭിക്കുന്നതും സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന കമ്പനിക്ക് തന്നെയാണ്. $65 മില്യൺ ഏകദേശം ഓർഡർ ബുക്കാണ് കമ്പനിക്ക് ഇപ്പോഴുള്ളത്. 75-ലധികം ക്ലയൻറ്റുകളുള്ള ഒരു കമ്പനി കൂടിയാണ് സൊനാറ്റ സോഫ്റ്റ്വെയർ. കമ്പനിയുടെ ലാസ്റ്റ് ഡീൽ പൈപ്പ് ലൈൻ അല്ലെങ്കിൽ ഓർഡർ ഡീൽ പൈപ്പ് ലൈൻ നോക്കുകയാണെങ്കിൽ അവിടെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഓർഡറിൽ 3.2 മടങ്ങ് വർധനവ് ഉണ്ടാവുകയും ചെയ്തു. ടെക്നിക്കലി സ്റ്റോക്ക് 850 രൂപയിൽ നിന്നും മെയ് മാസത്തിൽ ഇടിഞ്ഞ് 500 രൂപ വരെ എത്തിയിരുന്നു. 500 രൂപയ്ക്കടുത്ത് കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്കിൽ ശക്തമായ ട്രെൻഡ് റിവേഴ്സൽ വന്നു. ഇപ്പോൾ സ്റ്റോക്ക് റെസിസ്റ്റൻസ് സോണായ 700-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 650 സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. ഈ 700 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 800, 850 അവിടെ നിന്നും 1000 എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്